ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. നിങ്ങൾ പ്രേക്ഷകർക്ക് അറിയേണ്ട വിവിധ സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ ആദ്യത്തെ സിനിമ അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന ടൊവിനോ തോമസ് നായകനെത്തിയ സിനിമയാണ്. 10 കോടി രൂപയ്ക്ക് മുകളിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയ്ക്ക് ഇന്നലെ ശനിയാഴ്ച ദിവസം കഴിഞ്ഞ കുറച്ചേറെ ദിവസങ്ങൾക്ക് ശേഷം ഏറ്റവും മികച്ച ദിവസമായി മാറിയിരിക്കുകയാണ്. ഇന്നലെ മാത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 45 ലക്ഷത്തിന് മുകളിൽ കേരള ഗ്രോസ് വന്ന സിനിമ ഇതുവരെ 12 കോടി 20 ലക്ഷത്തിന് മുകളിലെ വേൾഡ് വൈഡ് കളക്ഷനാണ് നേടിയെടുത്തിരിക്കുന്നത്. എന്തായാലും ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സിനിമ മികച്ചൊരു കളക്ഷൻ എന്നൊക്കെ പറയാം. പക്ഷേ സിനിമ തിയേറ്ററുകളിലെ വെർഡിറ്റ് നോക്കുമ്പോൾ വിജയമായിട്ടില്ല എന്ന് പ്രത്യേകം പറയട്ടെ. ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ എല്ലാം തന്നെ അറിയാനായിട്ട് കാത്തിരിക്കൂ. മലയാളത്തിലെ ഫെബ്രുവരി മാസത്തിലെ രണ്ടാമത്തെ പോലീസ് ചിത്രം അത് തുണ്ട് എന്ന സിനിമയാണ്. ബിജു മനോൻ നായകനെത്തിയ സിനിമ മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്തിട്ടില്ലെങ്കിൽ പോലും ഒരു ഡീസന്റ് കളക്ഷൻ 2 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. 45 ലക്ഷമാണ് സിനിമയുടെ 2 ദിവസത്തെ കേരള ഗ്രോസ് കളക്ഷൻ. 5 കോടിക്ക് മുകളിലെ ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമയ്ക്ക് ഇന്നും കൂടി മികച്ചൊരു കളക്ഷൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കാത്തിരിക്കൂ റിപ്പോർട്ടുകൾ കേട്ട്. സമീപകാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തിയ ജെയം രവി സിനിമകളിൽ ഭേദപ്പെട്ട അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമയാണല്ലോ സൈറൺ. ചിത്രത്തിന്റെ 2 ദിവസത്തെ തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷൻ പുറത്തു വരുമ്പോൾ ചിത്രത്തിനും ഡീസന്റ് തുടക്കം നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. 5 കോടി രൂപയ്ക്ക് മുകളിലേക്ക് സിനിമയുടെ തമിഴ്നാട് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. വേൾഡ് വൈഡ് കൃത്യമായ ഫിഗേഴ്സ് പുറത്തു വന്നിട്ടില്ല. 20-25 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ വരികയാണെങ്കിൽ അറിയാനായിട്ട് കാത്തിരിക്കും. ഈ ഫെബ്രുവരി മാസത്തിലെ ആദ്യത്തെ മലയാളം ഹിറ്റ് സിനിമയാണല്ലോ പ്രേമലു. സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് ഇതിനോടകം തന്നെ നേടിയെടുത്ത നെസ്ലൻ മമിത കോംബോയുടെ സിനിമയുടെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് കണക്കുകൾ പുറത്തു വരുമ്പോൾ 29 കോടി രൂപയ്ക്ക് അടുത്തേക്ക് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ സിനിമ എത്തപ്പെട്ടിരിക്കുകയാണ്. ഈ വേൾഡ് വൈഡ് കളക്ഷനിലെ 20 കോടി 70 ലക്ഷം രൂപയും ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നാണ്. അതിൽ 18 കോടി 85 ലക്ഷം കേരള ബോക്സ് ഓഫീസിൽ നിന്നാണ്. അപ്പോൾ 9 ദിവസങ്ങൾ കൊണ്ട് മികച്ച കളക്ഷൻ നേടിയെടുത്ത സിനിമ ഇന്നത്തെ ഞായറാഴ്ച ദിവസത്തെ കളക്ഷൻ കൂടി വരുന്നതോടെ ഒരു വമ്പൻ കളക്ഷനിലേക്ക് എത്തപ്പെടുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. 9 കോടി ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ വലിയ വിജയമാണ് തിയേറ്ററുകളിൽ. ഈ ഫെബ്രുവരി മാസത്തിലെ മോളിവുഡിലെ ബിഗ് ബഡ്ജറ്റ് സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണല്ലോ ബ്രഹ്മയുഗം. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 8 കോടി 45 ലക്ഷം കളക്ഷൻ നേടിയെടുത്ത ഈ മമ്മൂട്ടി ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ഇതുവരെ നേടിയെടുത്തിരിക്കുന്നത് 23 കോടി രൂപയ്ക്ക് മുകളിലെ ഗ്രോസ് കളക്ഷനാണ്. ഇതിൽ 10 കോടി രൂപയും ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നാണ്. അപ്പോൾ ഇന്ത്യയേക്കാൾ കൂടുതലാണ് സിനിമയുടെ ഓവർസീസ് കളക്ഷൻ എന്നർത്ഥം. എല്ലാ അർത്ഥത്തിലും മികച്ച തുടക്കം വെറും 3 ദിവസങ്ങൾ കൊണ്ട് നേടിയെടുത്ത സിനിമയുടെ ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾ അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. ഒപ്പം ഇതുപോലുള്ള കൂടുതൽ വിവിധ ഭാഷകളിൽ നിന്നുള്ള സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ വരികയാണെങ്കിൽ അത് അറിയാനായിട്ടും പ്രേക്ഷകർ കാത്തിരിക്കൂ.